ശ്രീ കാഭ സുരേന്ദ്രൻ കുരുക്ഷേത്ര പ്രകാശൻ MD ഒപ്പം ചേരുന്നു. ശ്രീ കാഭ സുരേന്ദ്രൻ, ഇന്നലെ സംഭവിച്ചത് എല്ലാവരും കണ്ടതാണ്. പണം അടച്ച് അനുമതി വാങ്ങി നടത്തിയ പരിപാടിയിൽ എന്തുപയോഗിക്കണം എന്തുപയോഗിക്കേണ്ട എന്ന് തീരുമാനിക്കുന്നത് സംഘാടകരാണ്. അതിന് പോലീസ് വരുന്നു, രജിസ്ട്രാർ വരുന്നു, പുറത്ത് SFIക്കാർ പ്രതിഷേധമുണ്ടാക്കുന്നു, ഗവർണറെ തടയാൻ ശ്രമിക്കുന്നു. ഒരിക്കലും സംഭവിക്കാൻ പാടില്ലാത്തത് പണമടച്ച് അനുമതി വാങ്ങിയവർക്ക് ചെയ്യാൻ അവകാശമില്ലെങ്കിൽ പിന്നെ ആർക്കാണ്? അതെ, അത് ശരിക്ക് ഇന്നലത്തെ പ്രശ്നം ഉണ്ടാക്കിയത് രജിസ്ട്രാറിന്റെ സ്വന്തം ഉത്തരവാദിത്വത്തിലാണ്. അദ്ദേഹം വിളിച്ചു വരുത്തിയതാണ് SFIക്കാരെയും അദ്ദേഹത്തിന്റെ മറ്റാൾക്കാരെയും വിളിച്ചു വരുത്തി കാണിച്ച് പ്രശ്നം മനഃപൂർവ്വം സൃഷ്ടിച്ചതാണത്. ഒന്ന്. രണ്ടാമത്, ഇത് സർവകലാശാലയുടെ പരിപാടിയോ ഗവർണറുടെ ഔദ്യോഗിക സർക്കാരിന്റെ ഔദ്യോഗിക പരിപാടികളോ അല്ല. മറ്റുള്ള പരിപാടികളിൽ ഗവർണറോ അല്ല ആരെങ്കിലും പങ്കെടുക്കുമ്പോൾ ആ പരിപാടിയിൽ എന്ത് വയ്ക്കണം എന്ത് വയ്ക്കണ്ട എന്നൊക്കെ സംഘാടകരല്ലേ തീരുമാനിക്കുന്നത്. ഇവര് ജനാധിപത്യത്തെ കുറിച്ച് ആവിഷ്കാരത്തെ കുറിച്ചൊക്കെ പറയുമ്പോൾ മറ്റുള്ളവരുടെ പരിപാടിയിൽ എന്ത് വയ്ക്കണം എങ്ങനെയാണ് അവർ തീരുമാനിക്കുന്നത്? അദ്ദേഹം ഈ രജിസ്ട്രാർ എന്ന് പറയുന്നതാണ് പറഞ്ഞത് മതചിഹ്നങ്ങൾ പാടില്ല എന്ന് നേരത്തെ പറഞ്ഞിരുന്നു എന്നാണ്. ഭാരതമാതാവ് എപ്പോഴാണ് മതചിഹ്നമായി ഈ രജിസ്ട്രാർക്ക് തോന്നിയത്? അയാൾ എവിടുന്ന് പഠിച്ചതാണ് ഈ വിവരം എന്നറിയാൻ ആഗ്രഹമുണ്ട്. ഭാരതമാതാവ് എന്ന സങ്കല്പം മതചിഹ്നമാണെങ്കിൽ ഭാരതം തന്നെ മതചിഹ്നമായി മാറുമല്ലോ. കാരണം ഭാരതം എന്ന പേര് വന്നത് ഭരതൻ എന്ന ഇതിഹാസ പുരാണ കഥാപാത്രത്തിൽ നിന്നാണല്ലോ. അങ്ങനെയാണെങ്കിൽ അത് ഭാരതം പേര് കെട്ടേണ്ടി വരുമല്ലോ ഭരണഘടനയിൽ നിന്ന്. ഭരണഘടന തന്നെ ഇവർ കത്തിക്കേണ്ടി വരുമല്ലോ. കാരണം ഭരണഘടനയിൽ ശ്രീരാമന്റെ ചിത്രവും ശ്രീകൃഷ്ണന്റെ ചിത്രവും ബുദ്ധന്റെ ചിത്രവും നടരാജ ശില്പത്തിന്റെ ചിത്രവും ഒക്കെ ഉണ്ട്. അങ്ങനെയാണ് ഈ രജിസ്ട്രാറും മറ്റ് SFIക്കാരും കമ്മ്യൂണിസ്റ്റുകാരും ഒക്കെ ഈ ഭരണഘടന തന്നെ അവർ കത്തിക്കുകയും വലിച്ചെറിയുകയും ചെയ്യേണ്ടി വരുമല്ലോ. ഇവരേത് ജനാധിപത്യത്തെ കുറിച്ചാണ് പറയുന്നത്? ഓരോരുത്തരുടെ പരിപാടി എങ്ങനെ നടത്തണം എന്ന് അവര് തീരുമാനിക്കുന്നു. ഇതിനെന്നെ ഫാസിസം എന്ന് പറയുന്നത്. അത് കൃത്യമാണ്. അതായത് ഇന്നലെ ഗവർണർ തന്നെ സൂചിപ്പിച്ചതാണ്, ഗവർണറെ പോലും മറ്റൊരു പരിപാടിയിൽ പങ്കെടുക്കുന്നതിൽ പോലും വിലക്കേർപ്പെടുത്താൻ ഇതെന്താ, ഇന്ദിരാഗാന്ധിയുടെ കാലത്തേക്ക് നിങ്ങൾ പോവുകയാണോ, അടിയന്തരാവസ്ഥയാണോ, അപ്രഖ്യാപിത അടിയന്തരാവസ്ഥയാണോ എന്നൊക്കെ അദ്ദേഹം ചോദിച്ചു. ഈ രജിസ്ട്രാറുടെ ഒത്താശ, ഇടപെടൽ, സംഘർഷമുണ്ടാകുന്നെങ്കിൽ ഉണ്ടായിക്കോട്ടെ എന്ന നിലപാട് ഒക്കെ നമ്മൾ കണ്ടു. പോലീസ് എന്താണ് ചെയ്തത്? പോലീസും ഇവർക്ക് ഒത്താശ ചെയ്യുകയായിരുന്നോ? അത് ചോദിക്കാൻ ഒരു കാരണം, SFIക്കാരെ അറസ്റ്റ് ചെയ്ത് വാഹനത്തിൽ കയറ്റുന്നു. സബ് ഇൻസ്പെക്ടർ ആണെന്ന് തോന്നുന്നു. വന്നിട്ട് ഏതായാലും തോളിൽ സ്റ്റാറുണ്ട്. വന്നിട്ട് പറയുന്നു അവരെ ഇറക്കി വിട്ടേക്കൂ എന്ന് പറയുകയാണ്. അവരുടെ തന്നെ പ്രതിഷേധത്തെ തുടർന്ന് അവരെ ഇറക്കി വിടുകയാണ്. അതായത് ഇത്ര ഗൗരവമേറിയ ഒരു വിഷയത്തിൽ പോലും ലാഘവ സമീപനം കാണിക്കുന്ന പോലീസ് ഇന്നലെ എന്താണ് ചെയ്തത്? പോലീസും ഈ പറയുന്ന രജിസ്ട്രാറും തമ്മിൽ ഉള്ള ഗൂഢാലോചനയുടെ ഫലമായിട്ടാണ് SFIക്കാരെ അതേ KSUക്കാരെയും ഈ പരിപാടി കലക്കാൻ ഹാളിനകത്തേക്ക് കയറ്റി വിട്ടു. കേസിന്റെ ഒരു 5 പേര് സ്റ്റേജിന്റെ തൊട്ട് മുമ്പിൽ വന്ന് നിൽക്കുകയും പ്രശ്നം ഉണ്ടാക്കുകയും ചെയ്തു. അത് ഞാൻ നേരിട്ട് കണ്ടതാണ്. ഒരു SI വന്നിട്ട് KSUക്കാരായ 5 പേരോട് സംസാരിക്കുന്നത് കണ്ടു, രഹസ്യമായി സംസാരിക്കുന്നത് കണ്ടു. അത് കഴിഞ്ഞാണ് അവിടെ അവരെ ബഹളം കൂട്ടുകയും അവരെ പിടിച്ച് പുറത്താക്കാൻ ശ്രമിക്കുകയും പോലീസ് ഇടപെടുകയും ഒക്കെ ചെയ്തു. അപ്പൊ പോലീസ് ഉദ്യോഗസ്ഥന്മാർ ACP അതിലുണ്ടെന്ന് പറയുന്നു ഈ ഗൂഢാലോചനയിൽ. ഏതായാലും പോലീസും രജിസ്ട്രാറും 2 പേരും കൂട്ടരും കൂടി ചേർന്ന് നടത്തിയ ഗൂഢാലോചനയുടെ ഒരു ഫലമാണ് ഈ പരിപാടി അലങ്കോലപ്പെടുത്താൻ അവർ ശ്രമിച്ചത്. കാരണം ഇത് അല്ലെങ്കിൽ എങ്ങനെയാണ് SFIക്കാർ അറിയുന്നത്? ഈ ഓഡിറ്റോറിയത്തിൽ SFIക്കാരും ഇല്ലായിരുന്നല്ലോ. പോലീസുകാരും അതിനുള്ളിലെ കാര്യങ്ങൾ എന്താണെന്ന് അന്നേരം നോക്കിയിരുന്നില്ല. രജിസ്ട്രാർ അവിടെ വരുന്നത് എങ്ങനെയാണ് ഒരു പരിപാടി നടക്കുന്ന വേദിയിൽ രജിസ്ട്രാർ വന്നത് തടയുന്നത് എങ്ങനെയാണ്? അപ്പൊ അദ്ദേഹം വന്ന് അവിടെ എല്ലാം നോക്കി പോലീസിനും SFIക്കാർക്കും KSUക്കാർക്കും വിളിച്ചറിയിച്ച് അവരെ വിളിച്ചു വരുത്തിയതാണ് പോലീസ് ഉദ്യോഗസ്ഥന്മാരും ഈ രജിസ്ട്രാറും ചേർന്ന്. അപ്പൊ അത് രണ്ടും നിയമവിരുദ്ധമാണ്. അദ്ദേഹം വേദിയിൽ വന്ന് പരിപാടി തടയാനുള്ള അധികാരം അദ്ദേഹത്തിനില്ല രജിസ്ട്രാർക്ക്. പോലീസ് എങ്ങനെയാണ് വന്ന്, അത് ഞാൻ നേരിട്ട് കണ്ടതാണ്. ഞാൻ അദ്ദേഹത്തിന്റെ പടം എടുത്തിട്ടുണ്ട്. ഞാൻ 4-5 പേരുടെ പടം എടുത്തിട്ടുണ്ട്. പക്ഷേ SIയുടെ മുഖം എനിക്ക് ഫോട്ടോയിൽ കിട്ടിയിട്ടില്ല. പക്ഷെ ഞാൻ നേരിട്ട് എന്റെ തൊട്ടടുത്ത് നിന്ന് വന്നിട്ടാണ് KSUക്കാരോട് സംസാരിക്കുന്നത് ഞാൻ കണ്ടത്. അത് കഴിഞ്ഞാണ് അത് തിരിച്ചറിഞ്ഞപ്പോൾ അവര് പുറത്തു പോകാൻ പറയുമ്പോഴാണ് അവർ ബഹളം ഉണ്ടാക്കുകയും ആ പരിപാടി അലങ്കോലപ്പെടുത്താൻ ശ്രമിക്കുകയും ചെയ്തത്. അപ്പൊ പോലീസും
രജിസ്ട്രാറും SFIയും KSയും ഗൂഢാലോചന നടത്തിയിട്ടുണ്ട്. ഈ പരിപാടി അലങ്കോലപ്പെടുത്താനും ആൾക്കാരെ ഉപദ്രവിക്കാനും നേതാക്കളെ ആക്രമിക്കാനും ഉള്ള ശ്രമം അവർ ഗൂഢാലോചന നടത്തിയിട്ടുള്ള കാര്യം ഉറപ്പാണ്. നിയമവിരുദ്ധമാണ് ഇവര് ചെയ്ത കാര്യങ്ങൾ. ഇവര് ശരിക്കും കേരളത്തിൽ അടിയന്തരാവസ്ഥ ഇന്നലെയുടെ പിൻഗാമിയായിട്ട് അല്ല ഹിറ്റ്ലറാണ് കേരളത്തിന്റെ മുഖ്യമന്ത്രി കസേരയിൽ ഇരിക്കുന്നത് എന്ന് കണക്കാക്കേണ്ടി വരും. കേരളത്തിലൊരു ഹിറ്റ്ലർ ഭരണം നടക്കുന്നു, അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ചിരിക്കുന്നു എന്ന് തന്നെ പറയണം. അത് രേഖാമൂലം പ്രഖ്യാപിച്ചിട്ടില്ലെന്ന് അങ്ങനെയാണ് മറ്റുള്ള പ്രസ്ഥാനങ്ങളോ സംഘടനകളോ വ്യക്തികളോ നടത്തുന്ന പരിപാടി ഇവർ തടയുന്നത് എങ്ങനെയാണ്? ഏത് ജനാധിപത്യത്തിന്റെ മര്യാദയുടെ യെസ്, അടിസ്ഥാനത്തിലാണ്? വളരെ നന്ദി ശ്രീ കാഭ സുരേന്ദ്രൻ പ്രതികരിച്ചതിന്.